ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷായ ഷക്ഷൂക്കയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ. വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതിയാകും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയ ശേഷം ഇനി അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായി വഴണ്ടു വന്ന് അതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴണ്ടു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പാപ്രിക്ക പൗഡർ 1 ടേബിൾ സ്പൂൺ. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട പൊടിച്ചത് 1/8 ടീസ്പൂൺ ചേർക്കാം. ജാതിക്ക ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ സ്പൈസസിന്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്യാപ്സിക്കം ഒക്കെ വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നതിനായി ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 5 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ. ഇനി ഓരോ ഹോൾസിലേക്കും മുട്ട നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ സാവധാനത്തിൽ വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനേ. ഇനി നമുക്ക് കുറച്ച് പാഴ്സ്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
ഇത് ഒരു 3 to 4 മിനിറ്റ്സ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എഗ് യോക്ക് റണ്ണി എഗ് യോക്ക് ആയിട്ട് വേണമെങ്കിൽ 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതിയാകും. അല്ല, എഗ് യോക്ക് നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഒരു 5 to 6 മിനിറ്റ്സ് എങ്കിലും കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ ഇവിടെ ഷക്ഷൂക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പേര് കേട്ടൊന്നും പേടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ബ്രെഡിന്റെ കൂടെയും ബ്രെഡ് ടോസ്റ്റിന്റെ കൂടെയും കുബുസിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.